നോമ്പ് നാം ആചരിക്കുന്നത് എന്താണെന്ന് പലരും അറിയാതെയാണ് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. മനുഷ്യർ മാത്രമല്ല, പ്രകൃതിയും നോമ്പ് ആചരിക്കുന്നു. മനുഷ്യൻ ആഹാര ക്രമീകരണവും ജീവിത വ്യതിയാനവും വരുത്തുമ്പോൾ പ്രകൃതി മരങ്ങളുടെ ഇലകൾ പൊഴിച്ചും മഞ്ഞും മഴയും പൊഴിച്ചും അത് നമുക്ക് വേണ്ടിയുള്ള വ്രതത്തിൻ്റേതായിരിക്കുന്ന അല്ലെങ്കിൽ നോമ്പിൻ്റേതായിരിക്കുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. മനുഷ്യൻ തൻ്റെ പഴമകളെ മാറ്റി പുതുക്കത്തിലൂടെ ഒരു നവചൈതന്യം പ്രാപിക്കുന്നതാണ് നോമ്പിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭവം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറ്റിവെച്ചിട്ട് നന്മയുടേതായിരിക്കുന്ന വഴികളിൽ നടക്കുവാൻ നാം ശീലിക്കുന്നതാണ് നോമ്പിൻ്റെ ഒരു വ്യത്യസ്തത. പഴയതിനെ മാറ്റിക്കളഞ്ഞ് പുതുമയുടെ അല്ലെങ്കിൽ താണതിനെയും തിരസ്കരിക്കപ്പെട്ടതിനെയും കൂട്ടിച്ചേർക്കുകയും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും കരുണയുടെയുമായിരിക്കുന്ന ആ അംശങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുമാകട്ടെ നമ്മുടെ നോമ്പുകൾ. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ, യൂണിവേഴ്സലിൻ്റെ കാണപ്പെടുന്ന വ്യക്തിത്വങ്ങളായി പ്രതിച്ഛായകളായി തീരുവാൻ നാം ഓരോരുത്തരും ജീവിതം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മാറ്റപ്പെടുമ്പോൾ മാത്രമാണ് നോമ്പിൻ്റെ അർത്ഥവും അർത്ഥവത്തായതുമായിരിക്കുന്ന അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് ഉടമകളായി തീരുവാൻ നാം ഓരോരുത്തരും ഈ നോമ്പ് കാലത്ത്, ഈ വ്രതകാലത്ത് സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹമാകട്ടെ.